പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്ര പുരോഗമിക്കുമ്പോൾ ജനപങ്കാളിത്തം കൊണ്ട് പരിപാടി വൻ വിജയമാണ്. മലബാറിൽ യാത്ര പുരോഗമിക്കുമ്പോൾ വലിയ സ്വീകരണമാണ് യാത്രയ്ക്ക് ലഭിക്കുന്നത്. ഇതിനിടയിലും കോൺഗ്രസുകാർ പതിവ് കലാപരിപാടികൾ മറക്കുന്നില്ല എന്നതാണ് പ്രത്യേകത. ഒരു വേദിയിൽ ഇടിച്ചുകയറി മൈക്ക് തിന്നുന്ന നേതാക്കളുടെ എണ്ണം കോൺഗ്രസിൽ ഇപ്പോഴും കുറവല്ല. കുറ്റ്യാടിയിൽ പുതുയുഗ യാത്രയുടെ വേദി ശ്രദ്ധ നേടിയത് ഒരു നേതാവ് മൈക്ക് ചാടിപ്പിടിച്ചതും നേതാക്കൾ കൂട്ടത്തോടെ വേദിയിൽ ഇടിച്ചു നിന്നതോടെയുമാണ്. വേദിയിൽ അധ്യക്ഷസ്ഥാനത്ത് DCC ജനറൽ സെക്രട്ടറി പ്രമോദ് കക്കട്ടിലായിരുന്നു. ചടങ്ങിൽ ഷാഫി പറമ്പിൽ MP പ്രസംഗിക്കുന്നതിനെ ചൊല്ലി തർക്കം ഉണ്ടാവുകയായിരുന്നു. സമയം വൈകിയതിനാൽ താൻ സംസാരിക്കുന്നില്ലെന്ന് ഷാഫി നിലപാടെടുത്തെങ്കിലും പ്രമോദ് അടക്കമുള്ളവർ നിർബന്ധം പിടിച്ചു. ഇതോടെ പ്രമോദ് മൈക്കിന് മുന്നിലെത്തിയപ്പോൾ ഷാഫി പറമ്പിൽ വട്ടം പിടിച്ചു. ഇതോടെ വേദിയിൽ നേതാക്കൾ തമ്മിൽ മസില് പിടിക്കുന്ന കാഴ്ചയായിരുന്നു കണ്ടത്. തിരക്ക് കൂടിയപ്പോൾ പിന്നിൽ നിന്ന മുല്ലപ്പള്ളി രാമചന്ദ്രൻ തള്ളലിൽ വീഴുകയും ചെയ്തു. പരിപാടിയിൽ അല്പം ഗമ കാണിക്കാൻ വേണ്ടി മൈക്കിന് മുന്നിൽ ഇടിച്ചു നിൽക്കുകയായിരുന്നു പ്രമോദ് കക്കട്ടിൽ. സതീശൻ പ്രസംഗിക്കുമ്പോൾ ചാനൽ ക്യാമറയിൽ ഇടം പിടിക്കാൻ വേണ്ടിയാണ് ഈ നേതാവ് പിന്നാലെ ചുറ്റിക്കളിച്ചത്. മൈക്കിൽ ചാടി വീഴുന്നതും കാണാം. സംഭവത്തിന്റെ വീഡിയോ പുറത്തു വന്നതോടെ സോഷ്യൽ മീഡിയയിൽ ട്രോൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. അതേസമയം സ്വീകരണത്തിനിടെ ഷാഫി പറമ്പിൽ നീരസം പ്രകടിപ്പിച്ചതാണ് വിവാദമാണെന്ന വിധത്തിൽ റിപ്പോർട്ടുകളെത്തിയത്. പ്രസംഗിക്കാൻ വിളിക്കാൻ വൈകിയതാണ് ഷാഫിയെ ചൊടിപ്പിച്ചത്. ജാഥ ക്യാപ്റ്റൻ വി.ഡി. സതീശന് മുമ്പായി സംസാരിക്കേണ്ടിയിരുന്നതാണ് ഷാഫി. എന്നാൽ യോഗത്തിന് അധ്യക്ഷത വഹിച്ചിരുന്ന DCC സെക്രട്ടറി പ്രമോദ് കക്കട്ടിൽ സതീശനെ സംസാരിക്കാനായി വിളിച്ചു. ഇതിനിടെ വേദിയിൽ നിന്ന് ഷാഫിയെ വിളിക്കാൻ ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു. തുടർന്ന് ഷാഫിയെ വിളിക്കാനായി മൈക്കിനടുത്തേക്ക് നീങ്ങിയ പ്രമോദ് കക്കട്ടലിനെ ഷാഫി തടഞ്ഞു. വിളിച്ചു കഴിഞ്ഞിട്ടാണോ തന്നെ വിളിക്കുന്നത് എന്ന് ഷാഫി ചോദിച്ചു. തുടർന്ന് വേദിയിൽ ചെറിയ തർക്കമുണ്ടായി. സതീശൻ തന്നെ തുടർന്ന് സംസാരിക്കുകയും ചെയ്തു. പിന്നീട് സതീശന്റെ പ്രസംഗത്തിന് ശേഷം പ്രമോദ് കക്കട്ടിൽ ഷാഫിയെ സംസാരിക്കാനായി വിളിച്ചു. താൻ കൂടുതൽ പ്രസംഗിക്കുന്നില്ലെന്ന് പറഞ്ഞ് ഷാഫി ഒറ്റവാക്കിൽ പറഞ്ഞ് അവസാനിപ്പിക്കുകയും ചെയ്തു.